ബ്രൂവറി വിഷയത്തെ ചൊല്ലി സിപിഐയിൽ അമർഷം. സിപിഎമ്മിന്റെ സമ്മർദ്ദത്തിന് മുന്നിൽ പാർട്ടി നേതൃത്വം വഴങ്ങിയെന്ന പൊതുവികാരമാണ് പാർട്ടിക്കുള്ളിലുള്ളത്. പാർട്ടിയുടെ വിശ്വാസ്യത പോയെന്നാണ് മുതിർന്ന നേതാക്കളുടെ വിമർശനം. മാർച്ച് 6 നടക്കുന്ന സംസ്ഥാന എക്സിക്യൂട്ടീവിൽ ശക്തമായ പ്രതിഷേധമുയരുമെന്നും സൂചനയുണ്ട്. കൂടുതൽ വിവരങ്ങളുമായി വി അരുൺ ചേരുന്നു. അരുൺ, ബ്രൂവറി വിഷയം മുന്നണിക്കുള്ളിൽ തന്നെ വലിയ പ്രശ്നമായി മാറുന്ന സാഹചര്യമാണോ? കഴിഞ്ഞ ദിവസം തന്നെ അതിന്റെ സൂചനകൾ ഉണ്ടായിരുന്നു. എന്നാൽ മുഖ്യമന്ത്രി ഇടപെട്ടതോടുകൂടി അത് കെട്ടടങ്ങുന്നു, അതിന് വിധേയമാകേണ്ടുന്ന ഒരു സാഹചര്യം സിപിഐയെ സംബന്ധിച്ചുണ്ടാകുന്നു എന്നതാണ്. പാർട്ടിക്കുള്ളിൽ ഉയർന്ന ഇപ്പോഴത്തെ വിമർശനങ്ങൾ കെട്ടടങ്ങുമോ, അതോ ഇതിനെതിരെ ബ്രൂവറിക്കെതിരെ നിലപാട് കടുപ്പിച്ച് മുന്നോട്ട് പോകേണ്ടി വരുമോ സിപിഐക്ക്? പാലക്കാട്ടെ ബ്രൂവറി ജല ദൗർലഭ്യമുള്ള പാലക്കാട് പോലുള്ള ജില്ലയിൽ വേണ്ട, അത് പദ്ധതിയിൽ നിന്ന് സർക്കാർ പിന്മാറണമെന്ന ആവശ്യമാണ് CPI ഉയർത്തിയത്. CPIയുടെ സംസ്ഥാന എക്സിക്യൂട്ടീവ് യോഗങ്ങളിൽ അത്തരമൊരു പൊതുവികാരമാണ് ഉയർന്നു വന്നത്. എന്നാൽ അതേ നിലപാട് അതേ രീതിയിൽ തന്നെ മുന്നണി യോഗത്തെ അറിയിക്കണമെന്ന് സംസ്ഥാന സെക്രട്ടറിയോട് നേതൃത്വം ആവശ്യപ്പെടുകയും ചെയ്തു. സംസ്ഥാന സെക്രട്ടറിയും ബ്രൂവറിക്കെതിരായ നിലപാടാണ് യോഗങ്ങൾ സ്വീകരിച്ചത്. പക്ഷേ ഇന്നലെ ഇടതുമുന്നണി തീരുമാനം വരുമ്പോൾ CPIയുടെയും RJDയുടെയും അഭിപ്രായങ്ങൾ തള്ളിക്കൊണ്ട് ബ്രൂവറിയുമായി മുന്നോട്ട് പോകാനാണ് ഇടതുമുന്നണി തീരുമാനമെടുത്തത്. ആശങ്കകൾ പരിഹരിക്കും, ഒരു തരത്തിലുള്ള ജലചൂഷണവും ഉണ്ടാകില്ല എന്ന ഉറപ്പ് എതിർത്ത പാർട്ടികൾക്ക് നൽകി. മറ്റ് 9 ഘടകകക്ഷികളും CPM നിലപാടിനൊപ്പം നിന്നതാണ് CPIയുടെയും RJDയുടെയും വാദങ്ങളുടെ മുനയൊടിച്ചത്, ബലം കുറച്ചത്. പക്ഷേ CPI പുറത്ത് ഇത്രയധികം ശക്തമായ നിലപാട് ബ്രൂവറിക്കെതിരെ സ്വീകരിച്ചിട്ട് മുന്നണി യോഗം കഴിയുമ്പോൾ അതേ നിലപാടിലേക്ക് നേതൃത്വം CPM സർക്കാരും പോകുമ്പോൾ അത് CPIയുടെ വിശ്വാസ്യത ഇല്ലാതാക്കുന്ന നടപടിയായി പോയി. എന്തുകൊണ്ടാണ് മുന്നണി യോഗത്തിന് മുമ്പ് ഒരു കാരണവശാലും ബ്രൂവറി വേണ്ട എന്ന നിലപാട് പറഞ്ഞ സംസ്ഥാന സെക്രട്ടറി യോഗത്തിലെത്തുമ്പോൾ അക്കാര്യം മറന്നുപോയി എന്ന് ചോദിക്കുന്ന നേതാക്കളുമുണ്ട്. കടുത്ത വിമർശനം, വിരോധത്തിനെതിരെ പാർട്ടിക്കുള്ളിൽ കടുത്ത അമർഷമുണ്ട്. ഇത് വിമർശനമായി മാറും. അടുത്ത 6-ാം തീയതി മാർച്ച് 6-ന് CPIയുടെ സംസ്ഥാന എക്സിക്യൂട്ടീവ് യോഗം ചേരുന്നുണ്ട്. ആ യോഗത്തിൽ വിരോധത്തിനും അതുപോലെ ഈ യോഗത്തിൽ പങ്കെടുത്ത മന്ത്രി K രാജനടക്കമുള്ളവർക്കും രൂക്ഷമായ വിമർശനത്തിന് തന്നെയാണ് സാധ്യത. പരിസ്ഥിതിക്ക് നാശമുണ്ടാക്കുന്ന അല്ലെങ്കിൽ ജല ദൗർലഭ്യമുണ്ടാക്കുന്ന, കൃഷിക്ക് വേണ്ട ജലം കിട്ടാതെ പോകുന്ന ഒരു പദ്ധതി, ആ പദ്ധതിക്ക് CPI കൂട്ടുനിൽക്കാൻ പാടില്ലായിരുന്നു. CPIയുടെ പാലക്കാട് ജില്ലാ കൗൺസിലൊക്കെ ശക്തമായ വിമർശനമാണ് ഈ വിഷയത്തിൽ സർക്കാരിനെ ഉന്നയിച്ചത്. പദ്ധതിയിൽ പിന്മാറണമെന്നവർ കാര്യകാരണങ്ങൾ നിർത്തി മുന്നണി യോഗങ്ങൾ വാദിക്കുകയും ചെയ്തു. പക്ഷേ അതെല്ലാം CPI യോഗങ്ങൾ വാദിക്കുകയും ചെയ്തു. അതെല്ലാം മറികടന്നുകൊണ്ടാണ് ഇടതു മുന്നണി യോഗം ഇത്തരത്തിലൊരു തീരുമാനമെടുത്തിരിക്കുന്നത്. ഈ വിമർശനങ്ങളൊക്കെ തള്ളിക്കളഞ്ഞുകൊണ്ട് പദ്ധതിയുമായി മുന്നോട്ട് പോകാനാണ് സർക്കാരിൻ്റെ ഇപ്പോൾ തീരുമാനം. ശരി, വി അരുണാണ് വിവരങ്ങൾ നൽകിയത്.